അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ CITU ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ റെഡ് ബ്രിഗേഡിന് രൂപം നൽകി. എറണാകുളം ജില്ലയിൽ നടന്ന സംസ്ഥാനത്തെ ആദ്യഘട്ട പരിപാടിയിൽ തെരഞ്ഞെടുത്ത 1000-ഓളം ചുമട്ടുതൊഴിലാളികൾ അണിനിരന്നു. വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ് റെഡ് ബ്രിഗേഡിന്റെ ഭാഗമാകുന്നത്. അടിയന്തര സാഹചര്യങ്ങളിലെല്ലാം ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് ചുമട്ടുതൊഴിലാളികൾ. ഓരോ ടൗൺ കേന്ദ്രീകരിച്ചും ഇവരുടെ സാന്നിധ്യമുള്ളതിനാൽ പല അപകട സാഹചര്യത്തിലും പോലീസിനും ഫയർഫോഴ്സിനും മുന്നേ എത്തുവാനും രക്ഷകരായി മാറുവാനും ഇക്കൂട്ടർക്ക് സാധിക്കാറുണ്ട്. കൃത്യമായ പരിശീലനം നൽകി CITUവിന്റെ കീഴിലെ ചുമട്ടുതൊഴിലാളികളെ ഉൾപ്പെടുത്തി റെഡ് ബ്രിഗേഡ് എന്ന പേരിൽ സന്നദ്ധ സേന രൂപീകരിക്കാനാണ് തീരുമാനം. ഇതിന്റെ ആദ്യഘട്ടമായാണ് എറണാകുളം ജില്ലയിൽ പരിശീലനം ലഭിച്ച 1000-ഓളം ചുമട്ടുതൊഴിലാളികൾ അണിനിരന്നത്. വിവിധ ആസ്പത്രികളിൽ കോമ കെയറുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡ്, അപകടമുണ്ടായാൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കലായും, പിന്നെ ഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങളിൽ എങ്ങനെയാണ് ആളുകളെ സഹായിക്കാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ള ആളുകളാണ് ഈ 1000 പേരും. ഈ 1000 പേര് വിവിധ സ്ഥലങ്ങളിൽ എനി ടൈം റോട്ടിലുണ്ടാകുന്ന ആളുകളാണ്. അപ്പോൾ ഏത് ഒരു ആവശ്യം വന്നാലും നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ആവശ്യത്തിനോട് പെട്ടെന്ന് പ്രതികരിക്കാൻ, നമ്മൾ സഹായിക്കുമ്പോൾ ആർക്കും ഒരു അപകടം ഇല്ലാതിരിക്കാൻ നന്നായി പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ രംഗത്തിറക്കുക എന്നുള്ള സന്നദ്ധ സേന എന്ന നിലയിലാണ് നമ്മൾ ഈ പരിപാടി ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്യണത്. മറ്റ് ജില്ലകളിലുള്ളവർക്കും പരിശീലനം നൽകി വരികയാണ്. 2015-ൽ കനിവ് ആക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ 500-ഓളം പേർക്ക് പരിശീലനം ലഭിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ പരിശീലനവും റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാനുള്ള പരിശീലനവും ഇവർ നേടിക്കഴിഞ്ഞു. റെഡ് ബ്രിഗേഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബറിൽ മറൈൻ ഡ്രൈവിൽ നടക്കും. കൈരളി ന്യൂസ്, കൊച്ചി.